നാട്ടുകാരുടെ പരിപൂർണ സഹകരണത്തോടുകൂടിയുള്ള ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. കുഞ്ഞുമക്കൾക്ക് ഉല്ലസിക്കുവാനും കൂട്ടുകൂടുവാനും 71 നമ്പർ അംഗൻവാടി നാടിനു വേണ്ടി തുറന്നുകൊടുത്തു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ കമ്മറമ്പിൽ പുതിയതായി നിർമ്മിച്ച അംഗനവാടിയുടെ ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിൽ നിന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു സ്വന്തമായി കെട്ടിടമില്ലാത്ത ഏകദേശം 600-ലധികം വരുന്ന അംഗങ്ങൾ. അവിടെ നിന്നാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗനവാടികൾക്ക്, സ്ഥലമുള്ള അംഗനവാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഏകദേശം 130ഓളം വരുന്ന അംഗനവാടികൾ യാഥാർത്ഥ്യമാക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കാലത്ത് ഞാൻ എൻ്റെ ഡിവിഷൻ കൂടിയായ കീഴാറ്റൂരിലെ അംഗനവാടി ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തലക്കാടിലേക്ക് അംഗനവാടി ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത്. ഇവിടെ തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി മുഴുവനായും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചെയ്തതാണ്. പക്ഷെ കീഴാറ്റൂരിൽ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി ചെയ്ത അംഗനവാടിയുടെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. ഇനി ഉച്ചയ്ക്ക് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 3 അംഗനവാടികൾ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി ചെയ്ത 3 അംഗനവാടികൾ നാടിന് സമർപ്പിക്കാൻ പോകും. ബാലസൗഹൃദ ജില്ല എന്നൊരു ആശയത്തിലേക്ക് മലപ്പുറം ജില്ല കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിദ്യാലയത്തിൽ പോകുന്നതിന് മുമ്പ് പ്രീ പ്രൈമറിയിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്ന ഒരിടം എന്ന് വേണമെങ്കിൽ അംഗനവാടികളെ വിശേഷിപ്പിക്കാം. നമുക്കറിയാം, അംഗനവാടികളിലൂടെ ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അംഗനവാടികളിൽ കുട്ടികൾക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്നതിനപ്പുറത്തേക്ക് ഗർഭിണികളായ അമ്മമാർക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലൂടെ. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് അഡോളസന്റ് ക്ലബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് അംഗനവാടികളിലുണ്ട്. അപ്പൊ പഴയ പോലെ അംഗനവാടി എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് അംഗനവാടികളുടെ കൺസെപ്റ്റിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ടീച്ചർമാരിയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി 2010-15 ഇരുന്ന ആളാണ്. എൻ്റെ പഞ്ചായത്തിലാണ് 34ഓളം വരുന്ന അംഗനവാടികളാണ്. ഒരു ഡിവിഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഫൈസൽ എടശ്ശേരി സൂചിപ്പിച്ച പോലെ 4-5 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരിക്കും. ഈ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് അംഗനവാടി ടീച്ചർമാർ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് പ്രിയപ്പെട്ട ഡിവിഷൻ, നമുക്കറിയാം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു വികസനം കൊണ്ടുവരുമ്പോൾ ആ വികസനം തൻ്റെ ഗ്രാമപഞ്ചായത്തിലേക്കാണ് വരുന്നത്, തൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഓരോ ജനപ്രതിനിധികൾക്കും ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്കത് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ സാധിക്കും. ഇവിടുത്തെ ഏത് കാര്യത്തിലും, പഞ്ചായത്തിന്റെ ഏത് കാര്യത്തിലും ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ക്ഷണിക്കുമെന്ന് ഒരു പക്ഷെ അത് നല്ലൊരു തീരുമാനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന്. ഞാൻ പ്രസിഡന്റിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിങ്ങനെ ഫൈസൽ പറഞ്ഞപ്പോൾ ഒരു അനുഭവം, ഞാൻ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിന്റെ ഇടയിലുള്ളിൽ 4 പഞ്ചായത്താണ്. 3 പഞ്ചായത്ത് LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തും ഒരു പഞ്ചായത്താണ് UDF ഭരിക്കുന്ന പഞ്ചായത്ത്. അപ്പൊ ഇവിടെയൊക്കെ എൻ്റെ സ്വന്തം പഞ്ചായത്തിലൊക്കെ ഞാൻ ഒരു പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റൊക്കെ ഒരു പക്ഷേ പ്രസിഡന്റ് ഇരിക്കുന്ന ചെയർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്കത് ഇട്ട് തരും. അത് അദ്ദേഹത്തിന്റെ ഒരു മാന്യതയാണ്. അങ്ങനെയുള്ള പ്രസിഡന്റുമാരും നമുക്കിടയിലുണ്ട്. ഒരിക്കൽ ഞാൻ മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഭാരവാഹികളൊന്നുമല്ല വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ, ഇവിടെ ഒരു അംഗനവാടി 9ാം വാർഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉദ്ഘാടനത്തിന് വരണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാനിവിടുത്തെ CPMന്റെ ആരോ ആണ്. ഞാൻ പറഞ്ഞു, ഞാൻ CPMന്റെ ആരോ ആണെങ്കിൽ നിങ്ങൾ വിളിക്കുന്നത് പാർട്ടി പരിപാടിക്കാണോ അതോ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്ഘാടനം, ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരുള്ളൂ, അല്ല നിങ്ങൾ വിളിച്ചേക്കൊന്നും ഞാൻ വരുന്നില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളെന്ന സ്ഥിതിക്ക് ആ ഒരു പഞ്ചായത്തിൽ എന്തൊക്കെ പണിയാണുള്ളത് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് തിരക്കാണ് എന്നൊക്കെ പറയുന്നത് അത് ഞാൻ വിശ്വസിക്കില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞ മറുപടി. അപ്പോൾ നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളൊരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കും, ആ പഞ്ചായത്തിനകത്ത് ഉള്ള ഈ എല്ലാ ജനപ്രതിനിധികളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രസിഡന്റിന്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ കുഞ്ഞുമൊയ്തീൻകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഇത്തരം ഒരു സ്ഥലത്ത് അംഗനവാടി അല്ലെങ്കിൽ
ഏത് തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള സാങ്കേതികത്വങ്ങളുണ്ട്. ആ സാങ്കേതികത്വങ്ങളൊക്കെ മറികടന്നുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയും ഇന്ന് നമുക്കത് ഇവിടെ സമർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ ഞാൻ ഈ കാര്യത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ആവശ്യം എന്നുള്ള നിലക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും തങ്ങളുടെ സ്വന്തം കെട്ടിടം അല്ലെങ്കിൽ ഒരു വീട്, നമ്മളുടേതായ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള എഫർട്ട് എടുക്കുന്നുവോ ആ തരത്തിൽ എല്ലാവരും തങ്ങളുടേത് മാത്രമായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു അംഗനവാടി കെട്ടിടമാണ്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ കുഞ്ഞി മൊയ്തീൻകുട്ടി സ്വാഗതം പറഞ്ഞു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ മുഖ്യാതിഥിയായി. ചടങ്ങിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ബാബു, നുസൈബ ഇടത്തടത്തിൽ, AP റൈഹാനത്ത്, ഉണ്ണി വൈരങ്കോട്, തലക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ്, പാറപ്പുറത്ത് ബാവ ഹാജി തെക്കൻകുറ്റൂർ, CP അബ്ദുറഹ്മാൻ ഹാജി തെക്കൻകുറ്റൂർ, അജിത് എഞ്ചിനീയർ, ബാവ ഹാജി റഷീദ് എന്ന ബാവ, P മോഹനൻ, തയ്യിൽ യൂസഫ്, തയ്യിൽ മുഹമ്മദ് കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.